മേശയൊരുക്കിയതിൽ നാദാനിൻ ശുദ്ധ തനിരുതിരങ്ങളീച്ചോരെ യോഗ്യന്മാരാക്കിയിടണമേ. നിന്നേറ്റു പറഞ്ഞവരെ താരസമീപം നീതന്നെ കേൾക്കണമേ. നിന്നിൽ മരിച്ചവരെ മൊഴിയോരാകി വീരയിലുവാരി മാതാകാരീശ മാതൻ പ്രാർത്ഥനയ അരുളറിയാർക്ക് മൃതരായോ ഞങ്ങൾക്കായി കൃപയാ ജീവി എല്ലാരും മാതൃസ്മരണയുയർത്തി പ്രജരെ വാഴ്ത്തിയിടുന്നവനാ ഈ സ്തോത്രം. നീതിമാന്മാരുടെ കൂടാത്ത നോക്കത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ പാടി. ദീർഘദർശിമാരുടെ തലവനായ മോശയുടെ 5-ാം പുസ്തകത്തിൽ നിന്നും പാടുമ്പോൾ ദീർഘദർശിമാരുടെ സ്തുതി നമ്മുടെ പേരുടെ കരുണയും ഉണ്ടായിരിക്കട്ടെ. സഞ്ചിയെ തൂക്കമേറിയതും തുടരുന്നതുമായ 2 സംഗതികളുണ്ടാകരുത്. ചെറുതും വലുതുമായ 2 തരം അറിയുമുണ്ടാകരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് കട്ടുകൾ ഒത്തതും ന്യായമായിരിക്കണം. അങ്ങനെ തന്നെ പറയും ഒത്തതും ന്യായമായിരിക്കണം. ഈ വകയെ ന്യായം ചെയ്യുന്നവർക്ക് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഉറപ്പാകുന്നു. ദർശന പുസ്തകത്തിൽ നിന്നും പാർക്കുമോ ദീർഘദർശിമാരുടെ സ്തുതി നമ്മുടെ പേരുടെ കരുണി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ വീടുകളിൽ ഉത്തരമുണ്ടാകാത്ത വിധം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃവാദത്തിന്റെ ഭുജവും തകർത്ത് പറയുന്ന നമ്മുടെ ഇസ്രായേലിലെ വിൽപ്പാനുള്ള എല്ലാ നന്മകളെയും മധ്യേനെ ദുരിതവാദത്തിലുള്ള ബുദ്ധിയോഗിയേക്കാൾ നിന്റെ ഭവനത്തിലുള്ള നാളവന്റെ ഉത്തരമുണ്ടാകുകയില്ല. നിന്റെ കണ്ണ് രയിപ്പിക്കുവാൻ നിന്റെ ഹൃദയം വ്യസനിപ്പിക്കുവാൻ ഞാൻ നിന്റെ ഭവനത്തിലൊരുതിനെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ച് കളയാതെ വെച്ചേക്കും. നിന്റെ വീട്ടിൽ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹോസ്നിക്കും ഫിനെഹാസിനും ബഹുമാനിക്കുന്നത് നിനക്ക് ഒരു അടയാളമാകുമാവരുവൻ ഒരു ദിവസത്തിൽ തന്നെ മരിക്കുമെന്നാൽ എന്റെ പ്രസാദവും ബഹുമാനിക്കുന്ന ഒരു വിശുദ്ധ പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവനെ ഞാൻ സ്ഥിരമായ മണിയും മാവത്തേരെ വിഷിക്കുന്നതിനും ശുശ്രൂഷ ചെയ്യും. നിന്റെ വീട്ടിൽ അവ ശേഷിച്ചിരിക്കുന്നവരെല്ലാം അവന്റെ അടുക്കൽ വന്നൊരു വെള്ളിക്കാശിനൊരു അപ്രസരമായ കൂപ്പിട്ട് ഒരു കഷ്ണമാപ്പം പട്ടിപ്പാൻ പറയേണ്ടതിന് ഏതൊരു പുരോഹിതന്റെ വിലക്കാക്കണമേ എന്ന് അപേക്ഷിക്കും. പാർക്കുമോ ഹസ്തിയിൽ ദർശന പുസ്തകത്തിൽ നിന്നും പ്രാർത്ഥിക്കുമോ അത് ദർശമാരുടെ സ്തുതി നമ്മുടെ പേരുടെ കരുണയും